ഹലോ യൂട്യൂബ്, വെൽക്കം ടു അതർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് നമ്മുടെ ഹോണ്ടേൻ്റെ CB350 RS ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ഫുൾ റോയൽ എൻഫീൽഡായിരുന്നു. അപ്പോൾ അന്നത്തെ ടൈമിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടു, ബ്രോ CB350 കൂടി ചെയ്യുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണതിന് പകരം ഒരൊറ്റ വീഡിയോ തന്നെ എല്ലാ മോഡൽസിൻ്റെയും ഓൺ റോഡ് വില, വേരിയൻറ്റും ഓൺ റോഡ് വിലയും കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ RS ആയിട്ട് ഇറങ്ങിക്കണേ. വേറൊരു വണ്ടി നമുക്ക് ടെസ്റ്റ് അവൈലബിൾ അല്ല, RS മാത്രമേ ഉള്ളൂ. RSലാണെങ്കിൽ ഫ്യൂലിംഗ് കുറവാണ്. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര മോഡൽസ് ഉണ്ട് ഹോണ്ട CB350 ലൈനപ്പിൽ, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വ്യത്യാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ബിഗ് വിങ് കൊച്ചി, നമ്മുടെ മരത്തിലുള്ള ബിഗ് വിങ് കൊച്ചി. അവരാണ് ഈ ഒരു വണ്ടി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിർത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു RS എന്ന് പറയുന്നത് ഡിലക്സ് വേരിയൻ്റ് ആണ്, അതായത് ബേസ് ആണ്. എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ക്യൂബ് കണ്ടോ, ഇവിടെ എംപ്റ്റി ആണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. ഈ വണ്ടി ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ മറ്റ് ഹൈനസും CB350 തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇതിൻ്റെ ടേൺ റേഡിയസ് തന്നെ കേട്ടോ. അപ്പാല ടേൺ റേഡിയസ് ആണ്. അത് കൂടാണ്ട് തന്നെ ഭയങ്കര ലൈറ്റാണ് ഈ വണ്ടി. ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഹോണ്ട ലൈനപ്പിൽ നമുക്ക് 350cc ലൈനപ്പിൽ നമുക്ക് 3 വണ്ടീസ് വരുന്നുണ്ട്. അതായത് CB350 ഹൈനസ്, അതാണ് ബേസ്. അത് കൂടാണ്ട് തന്നെ CB350 എന്ന് പറഞ്ഞിട്ട് വെറും മോഡലുണ്ട്. അതിപ്പോൾ ഒരു റീനെയിം ചെയ്തിട്ട് CB350C എന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ CB350Cയുടെ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ CB350 RS ഉണ്ട്. അപ്പോൾ മെയിൻലി 3 വേരിയൻ്റ് ആണ്, ഹൈനസ്, വേറെ CB350, പിന്നെ RS എന്നിങ്ങനെ വേരിയൻ്റ് ആണ്. ഇവ തമ്മിൽ എൻജിൻ വൈസോ മെക്കാനിക്കലി ഒരു വ്യത്യാസമില്ല. ഈവൻ ഈ ഒരു ഷാസി പോലും സെയിം ആണ്, സെയിം ഷാസിയാണ്, ഈവൻ സെയിം വീൽ ബേസ് ആണ്. നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഈ വണ്ടി കണ്ടവർക്കറിയാം, ചില വണ്ടികൾ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നും, ചില വണ്ടികൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. അത് നിങ്ങളെ പറ്റിക്കുന്നതാണ്. ലുക്സ് ക്യാൻ ബി ഡിസീവിങ്. ഇതെല്ലാം ഒരേ വീൽ ബേസ് ആണ്. ഇതിൻ്റെ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, കാരണം എക്സ്ട്രാ കമ്പോണൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ലെങ്ത്തിൽ ചെറിയ നോക്കണം, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ ടീം പട്ടി ഗ്യാങ്സ് ആണല്ലോ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെ ഒന്ന് നിർത്താം, നമുക്ക് ഇവിടെ നിർത്തിയാലോ, പട്ടിക്കുട്ടന്മാരുടെ അടുത്ത് നിർത്തിയാലോ. ഓക്കെ, ദിസ് സീംസ് ലൈക്ക് എ പെർഫെക്റ്റ് പ്ലേസ്. ഓക്കെ, ഒന്നും തോന്നരുതേ, കാരണം വേറെ സ്ഥലമൊന്നുമില്ല, ഇന്ന് ഫുൾ തിരക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 വേരിയൻസ് ഉണ്ട്. ഹൈനസ് വെറും CB350, അതിപ്പോൾ CB350C എന്നാക്കി റീബ്രാൻഡ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ CB350 RSും വരുന്നുണ്ട്. എല്ലാ മോഡലിലും CB350 ആവട്ടെ, RS ആവട്ടെ, ഹൈനസ് ആവട്ടെ, എല്ലാത്തിനും ഡിലക്സും ഡിലക്സ് പ്രോയും എന്ന് പറഞ്ഞിട്ട് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിലക്സിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല. ഡിലക്സ് പ്രോ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇൻസ്റ്റൻ്റ്ലി എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സ്വിച്ച് ക്യൂബ് ഉണ്ടോ, ഈ സ്വിച്ച് ക്യൂബ് ഇവിടെ എംപ്റ്റി ആണ്. ഡിലക്സ് വേരിയൻറ്റ്. ഡിലക്സ് പ്രോ ആകുമ്പോഴത്തേക്കും അവിടെ ആ ഒരു നാവിഗേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടും, നമുക്ക് കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട് കിട്ടും, പിന്നെ മ്യൂസിക് കൺട്രോൾ കിട്ടും. മ്യൂസിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇവിടെ കാണിക്കില്ല, ബട്ട് നിങ്ങൾ ഹെഡ്സെറ്റ് ആയിട്ടൊക്കെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ സോങ് മാറ്റാനായിട്ട് വരും. അതിന് നമുക്ക് ഹൈനസിനെ പറ്റി സംസാരിക്കാം. ഹൈനസ് ആണ് ഉള്ളതിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈനസിന് ഞാൻ പറഞ്ഞാൽ ഡിലക്സ് വരുന്നുണ്ട്, ഡിലക്സ് പ്രോ വരുന്നുണ്ട്. അതുകൊണ്ട് ഡിലക്സ് പ്രോവിന് ക്രോം എന്ന് പറഞ്ഞിട്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ക്രോം ആ പേര് തന്നെ അറിയാം. ഡിലക്സ് പ്രോവിന് കുറച്ചും കൂടി ആ ഒരു ഫെൻഡർ ആവട്ടെ, റിയർ ഫെൻഡർ ആവട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ക്രോം എലമെൻ്റ് ആവും, അത്ര വ്യത്യാസമുള്ളൂ. നമുക്ക് ഡിലക്സിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,25,000 രൂപയാണ്. ഡിലക്സ് പ്രോവിനാവട്ടെ 2,40,000. ഡിലക്സ് പ്രോ ക്രോം ആവട്ടെ 2,42,000. 2,000 വ്യത്യാസമുള്ളൂ അഡീഷണൽ ഒരു ക്രോം കിട്ടാനായിട്ട്. സോ അങ്ങനെയാണ് നമുക്ക് ഹൈനസിൻ്റെ 3 വേരിയൻസും അതിൻ്റെ പ്രൈസും വരുന്നത്. ഞാൻ അതിൻ്റെ കളേഴ്സ് ഇവിടെ ഇട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് CB350 ആണ്. CB350 ആവട്ടെ നമുക്ക് കുറച്ചും കൂടി ഒരു റോയൽ എൻഫീൽഡ് ലുക്കാണ് അതിന് വരുന്നത്. ആ ഒരു ശരിക്കും ഒരു ക്ലാസിക് ലുക്ക് ആ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. സോ അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഡിലക്സും വരുന്നുണ്ട്, ഡിലക്സ് പ്രോയും വരുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിലക്സ് പ്രോയിന്. വേറെ ഡിലക്സിന് അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡിലക്സ് പ്രോ മോഡലിന് സീറ്റ് വ്യത്യാസമുണ്ട്. ബ്രൗൺ കളർ സീറ്റാണ് നമുക്ക് ഡിലക്സ് പ്രോവിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4 കവറൊക്കെ ഇല്ലേ, ഈ ഒരു 4 കവർ അതൊക്കെ പെയിൻറ്റഡ് ആവും. 4 കവറും പിന്നെ റിയർ ഫെൻഡറും അതിന് പെയിൻറ്റഡ് ആവും. ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം, നിങ്ങളതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. അതിന് നീട്ടം കുറച്ച് കൂടുതലാണ്. നീട്ടം പറഞ്ഞത് വളരെ വീൽ ബേസ് അല്ല, അത്രയും ബോഡി വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ്. ഇതിനേലും കുറച്ചും കൂടി ഇവിടം വരെയൊക്കെ ഒന്ന് നിൽക്കും. അത് കൂടാണ്ട് തന്നെ എൻ്റെ എക്സോസ്റ്റ് കുറച്ചും കൂടി ലോങ്ങറാണ്, കുറച്ചും കൂടി താണാണ് ഇരിക്കുന്നത്. അതിന് പ്രൈസ് വരുന്നത് നമുക്ക് ആക്ച്വലി ബേസിന് ഡിലക്സിന് 2,25,000 സെയിം പ്രൈസാണ്. ഡിലക്സ് പ്രോവിനകത്തുമ്പോൾ 2,50,000 ആ ഒരു ലെവലിലേക്കാണ് പ്രൈസ് വരുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോയും പ്രൈസും കൃത്യമുള്ള പ്രൈസ് ഞാനിപ്പോൾ സൈഡിലിട്ട് കാണിച്ചാൽ നിങ്ങളതൊന്ന് റെഫർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ CB350 RSും വരുന്നുണ്ട്. RS ആണ് ഉള്ളതിൽ കുറച്ചും കൂടി സ്പോർട്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു വണ്ടി RS ആണ്. അത് പറയാൻ കാര്യമുണ്ട്. RS ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഫുഡ് പെക്സ് കുറച്ചൊന്ന് ഹയർ ആണ്, കുറച്ച് പൊടിക്ക് റിയർ സെറ്റാണ് തോന്നുന്നില്ല, കുറച്ച് റിയർ സെറ്റാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക്
ബാക്കി 2 വണ്ടികൾ നമുക്ക് ഹീൽ ആൻഡ് ടോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ CB350 RS നമുക്ക് ഹീൽ ആൻഡ് ടോ ഷിഫ്റ്റിംഗ് ഇല്ല, ഫ്രണ്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സീറ്റ് കണ്ടില്ലേ, സിംഗിൾ സീറ്റാണ് വരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ കൂടെ ഗ്രാബറുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ പിടിച്ചിരിക്കണം, സിംഗിൾ സീറ്റാണ് നമുക്ക് RS വരുന്നത്. പിന്നെ ഹാൻഡിൽ കുറച്ചും കൂടി വൈഡർ ആണ്, അത് കൂടെ തന്നെ കുറച്ചും കൂടി ലോവേഡ് ആണ്, അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ള പൊസിഷനാണ് നമ്മുടെ RS വരുന്നത്. പിന്നെ ലുക്ക് വൈസ് ആണല്ലോ അപ്പാരം കേട്ടോ, രക്ഷയില്ല, നല്ല ബ്യൂട്ടിഫുൾ ഉള്ള വണ്ടിയാണ്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി എന്താ പറയുക നാരോർ ആയിട്ടുള്ള, കുറച്ചുകൂടി സ്ലിമ്മർ ആയിട്ടുള്ള, കുറച്ചുകൂടി സ്പോർട്ടി ലുക്ക് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി സ്ലിമ്മർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ RSന് ഹോണ്ട കൊടുത്തേക്കുന്നത്. റിയറും വ്യത്യാസമുണ്ട്, എലമെന്റ്സ് അവർ കുറച്ചു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് CB350C വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 6 കിലോ കുറവുണ്ട്. വെയിറ്റ് പറഞ്ഞില്ല അല്ലേ, ഹൈനസിന് 181 കിലോ, മറ്റേ CB350Cക്ക് 186 കിലോ, ഇതാകുമ്പോഴത്തേക്ക് 180 കിലോ ഉള്ളൂ. 1 കിലോ വ്യത്യാസമുള്ളൂ, ഹൈനസ് ആയിട്ട് 1 കിലോ കുറവാണ് ഈ ഒരു വണ്ടിക്ക്. എക്സാക്ട് സെയിം എഞ്ചിനാണ്, ആ ഒരു 348cc എയർ കൂൾഡ് 2 വാൽവ് എഞ്ചിനാണ് എല്ലാത്തിനും വരുന്നത്. പവർ ഫിഗേഴ്സ് ഒന്നും മാറ്റമൊന്നുമില്ല, ടോർക്ക് ഫിഗേഴ്സിൽ ചെറിയ മാറ്റമുണ്ട്. നമുക്ക് പവർ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും 20 bhp ആണ്, ഏകദേശം 5500 RPM വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് RSനും ഹൈനസിനും 30 തന്നെ ടോർക്ക് വരുന്നുണ്ട്, അതും 3000 RPM. ബട്ട് നമ്മുടെ CB350Cക്ക് ആകുമ്പോഴത്തേക്കും 29.5 വരുന്നുള്ളൂ, അതായത് 0.5 NM ടോർക്ക് അതിൽ കുറവാണ്. പിന്നെ എല്ലാ വണ്ടിയും മേറ്റിട്ട് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് മാത്രമല്ല സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ട്, അതായത് നമ്മൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിയർ വീൽ ലോക്ക് ആവില്ല, ഹോപ്പ് ആവില്ല. അസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ടുള്ള ക്ലച്ചിലായിരിക്കും വരുന്നത്. 2 വണ്ടി ഏത് മോഡലാവട്ടെ ഒന്നിനും നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നില്ല. ആകെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഡ്യുവൽ ത്രോട്ടിൽ കേബിൾ ആണ്, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണിംഗ് ക്ലോസിന് വേണ്ടി ഡ്യുവൽ ത്രോട്ടിൽ കേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യമഹയിലൊക്കെ ഉണ്ട് ഈ സാർ. അതായിരുന്നു ഈ ഒരു വണ്ടിയുടെ 3 തമ്മിലുള്ള വ്യത്യാസം. വിഷ്വലി ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈനസിന് ടാൻഷൻ ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ ഒരു കവർ ഉണ്ടാവില്ല. RSന് ഇങ്ങനെ 4 കവർ ഉണ്ടാവും, ഒരു റബ്ബർ 4 കവർ, നമ്മുടെ 100-ലൊക്കെ ആണല്ലേ ആ സാധനം ഉണ്ടാവും. RS ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റും. CB350 ആവട്ടെ നമുക്ക് ഒരു ജമണ്ടൻ 4 കവർ വരും, അതാണ് ഫിസിക്കലി കുറച്ചും കൂടി ഒരു മാസീവ് ലുക്ക് കൊടുക്കുന്നത്. CB350 ആണോ പറയണം, ഭയങ്കര മാസീവ് ലുക്കാണ് മോനെ, പോടാ പന്നി അതിൻ്റെ പേടിപ്പിക്കാനായിട്ട്. പിന്നെ ഒരു വ്യത്യാസം, ഇതിൻ്റെയൊക്കെ അലോയ് സൈസിൽ വ്യത്യാസമുണ്ട്. എല്ലാ വണ്ടിക്കും നമുക്ക് അലോയാണ് വരുന്നത്, ബട്ട് അലോയിൻ്റെ പ്രൊഫൈൽ വ്യത്യാസമുണ്ട്. പറഞ്ഞുതരാം, നമുക്ക് RSന് തന്നെ തുടങ്ങാം. RSനാവട്ടെ നമുക്ക് ഫ്രണ്ട് 19 ബാക്ക് 17 വരുന്നത്. 19, 17. ഹൈനസ് ആവട്ടെ ഫ്രണ്ട് 18 ബാക്കും 18. നമ്മുടെ CB350C ആവട്ടെ ഫ്രണ്ട് 19 ബാക്ക് 18 വരുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന ടയേഴ്സും വ്യത്യാസമുണ്ട്. നമ്മുടെ RSൽ കുറച്ചും കൂടി ഉണ്ടോ ഒരു ഓഫ് റോഡ് ബയസ്ഡ്, ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു ബ്ലോക്ക് പാറ്റേൺ രീതിയിലുള്ള ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എല്ലാം MRFന്റെ ടയേഴ്സാണ് കേട്ടോ, MRFന്റെ സാപ്പർ സീരീസിൽ വന്ന ടയേഴ്സാണ് എല്ലാം വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് കേർവ് എന്ന് കൊണ്ടുള്ള ടയറാണ്, കേർവ് F. വെറ്റ് ഗ്രിപ്പ് മോശമാണെന്നാണ് കേട്ടത്, ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് പറയാം. പിന്നെ ഈ വണ്ടിയെ പറ്റി കേൾക്കുന്ന ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇത് സിറ്റിയിൽ ഓടിക്കാൻ കൊള്ളാവോ. പലരും സിറ്റിയിൽ ഓടിച്ചിട്ട് പറയുന്നുണ്ട് ടോളർ ഗിയറാണ്, ഓടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയറിംഗ് ആണ്. ഈ വണ്ടിയുടെ, അതായത് എല്ലാ വണ്ടിയുടെയും ഫസ്റ്റ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യുക്കാണ്, വളരെ ആ ഒരു ടോർക്ക്, ഒരു വെറും 3000 RPM 30 തന്നെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമെന്നുള്ളൂ, നല്ലൊരു ടോർക്ക് ഗിയർ ആയിട്ടുള്ള വണ്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. ബട്ട് അവർ 3rd ഗിയറും 4th ഗിയറും ടോളറാക്കി വെച്ചു. മിക്ക ആൾക്കാരും നമ്മൾ 3rd-ലോ 4th-ലോ ആയിരിക്കും ഓടിക്കുന്നത്. സോ ഈ 3rd 4th എന്ന് പറയുന്നത് ടോളർ ഗിയറാണ്. പെട്ടെന്നൊരു ഓവർടേക്കോ അല്ലെങ്കിൽ അപ്പീലൊക്കെ കയറുമ്പോഴത്തേക്കും പെട്ടെന്നൊരു പവറിൻ്റെ അഭാവത തോന്നാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും വലിപ്പിച്ചെടുക്കേണ്ടി വരും. പിന്നെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ ഇഷ്ടം ഈ വണ്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞു ഇത് 1 കിലോ ലൈറ്ററാണ്, കുറച്ചും കൂടി രസമാണ് ഇത് ഓടിക്കാനായിട്ട്. അവർ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള പൊസിഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ഫണ്ണാണ്, കുറച്ചും ലൈറ്ററായിട്ട് ഫീൽ. ഈവൻ 1 കിലോ കുറവുള്ളതെങ്കിൽ കൂടെ, അതായത് ഹൈനസ് ആയിട്ട് 1 കിലോ കുറവുള്ളതെങ്കിൽ കൂടെ നമ്മൾ ആ ഒരു വെയിറ്റ് നന്നായിട്ട് അറിയും. 1 കിലോ എത്ര മാറ്റർ ആണോ എന്ന് ശരിക്കും പഠിപ്പിച്ചെന്നൊരു വണ്ടിയാണ്. നല്ല രസമാണ്, നല്ല ഫണ്ണാണ് ഓടിക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം വണ്ടി ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. അതാണ് ഈ വണ്ടി എന്നെ സർപ്രൈസ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഫിസിക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് കുന്തിക്കൊണ്ട് നടക്കാൻ പാടായിരിക്കും, വളച്ചെടുക്കാനൊക്കെ പാടായിരിക്കും, കോർണേഴ്സിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് വണ്ടി പ്രൂവ് ചെയ്യും. CB350നെ പറ്റി ഞാൻ അങ്ങനെ പറയില്ല, CB350 കുറച്ച് ഹെവിയറാണ്. ഞാൻ പറഞ്ഞു ഹൈനസിനെ ഇതിനെ വെച്ചുമ്പോഴത്തേക്കും ഏകദേശം 7 കിലോ അല്ലെങ്കിൽ 6 കിലോ അധികമാണ്. ബട്ട് ഈവൻ 6 കിലോ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് 350 ബുള്ളറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 10 കിലോ കുറവാണ് കേട്ടോ. 350 ബുള്ളറ്റിനും ക്ലാസിനൊക്കെ 196 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും CB350 ഈസ് മച്ച് ലൈറ്റർ. ബട്ട് കമ്പയർ ടു RS ആൻഡ് ഹൈനസ് അത് കുറച്ച് ഹെവിയറാണ്, 6 kg ഹെവിയറാണ്. ഓക്കെ, പിന്നെ ഈ വണ്ടി പറ്റി എന്താ പറയുക, നമുക്ക് എല്ലാത്തിലും LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. എല്ലാത്തിലും 41mm ടെലസ്കോപ്പ് ഫോർക്കാണ്, US ഒന്നിനായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു അലേ പ്രൊഫൈൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട്, അത് ടയർ പ്രൊഫൈലും വ്യത്യാസമുണ്ട്. എല്ലാത്തിനും 100 സെക്ഷൻ ഫ്രണ്ട് ടയറാണ്. RSന് മാത്രമാണ് 150 സെക്ഷൻ ടയർ വരുന്നത്. ഹൈനസിനും CBക്കും നമുക്ക് 130 വരുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഞാൻ പറഞ്ഞു സെയിം എഞ്ചിൻ, എക്സാക്ട് സെയിം എഞ്ചിനാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല, പവറിലോ ടോർക്കിലോ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ ഒരേപോലെ തോന്നും. നിങ്ങൾ 3 ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, നിങ്ങൾക്ക് ഒരേപോലെ തന്നെ തോന്നും. ടാങ്ക് കപ്പാസിറ്റി സെയിം ആണ്, നമുക്ക് ഏകദേശം 15 ലിറ്റേഴ്സോളം ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസൈൻ വൈസ് കുറച്ച് വ്യത്യാസമുണ്ട് CB350 ഹൈനസ് ആൻഡ് RS തമ്മിൽ. അത് മാറ്റി എത്തി കഴിഞ്ഞാൽ ടാങ്ക് കപ്പാസിറ്റി ആൻഡ്
മൈലേജൊക്കെ സെയിം ആണ്. ഐ തിങ്ക് ഏകദേശം 35 to 40 ആ ഒരു ലെവലിലേക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഗിയർ റേഷ്യോൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവർ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈ വണ്ടി എൻഫീൽഡിന് ലൈറ്ററാണല്ലോ, എൻഫീൽഡിന് ടോർക്ക് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അവർ വിചാരിച്ചു കുറച്ചൊന്ന് ലോങ്ങർ ആവാം, എവിടെ 3rd and 4th അങ്ങനെ വിചാരിച്ചിട്ടാവാം അവരങ്ങനെ ചെയ്തത്. സോ അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വണ്ടി കൊണ്ട് സുഖി ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ക്യൂരിയസ് ആയിട്ട്, ബ്രോ ഇതൊക്കെ മുതലാവുന്നത് അതുകൊണ്ട് 40 അടുത്തൊക്കെ മൈലേജ് ഇടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. കംഫർട്ടബിളും കൂടിയാണ്. പിന്നെ RSൻ്റെ കേസ് ആകുമ്പോൾ സിംഗിൾ സീറ്റ് ആണ്, റിയർ പറയണമല്ലോ ഒരു രക്ഷയില്ല, തെറിച്ചു പോവും, നല്ല ചാൻസ് ഉണ്ട്. ബാക്ക് സീറ്റ് കുറച്ച് സ്ലിപ്പറിയാണ്. ഇത് കണ്ടോ, ഈ ഒരു വെട്ടും കുത്തും ബാക്കിലില്ല, അതുകൊണ്ട് തന്നെ തെന്നിപ്പോവും. ഇവിടെ പിടിക്കാന്നൊക്കെ പറഞ്ഞത് നടക്കണ കാര്യമൊന്നുമല്ല. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സിംഗിൾ റൈഡൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന് എനിക്ക് തോന്നുന്നു ബാക്ക് റെസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. വീൽ ബേസ് ഞാൻ പറഞ്ഞു, ഇവർ നിങ്ങൾ കാണുമ്പോൾ ഇത് മൂന്ന് വണ്ടിയെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ സെയിം ആണ്, സെയിം ഷാസി, സെയിം സ്വിംഗ് ആം, എക്സാക്ട് സെയിം വീൽ ബേസ് ആണ്. പിന്നെ ഒരു വ്യത്യാസം ഇതിൻ്റെ എക്സോസ് ആണ്. യെസ്, CB350 കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള എക്സോസ് ആണ്. ഹൈനസിന് കുറച്ചും കൂടി ഇതുപോലെയൊക്കെ ഇരിക്കും, പക്ഷേ കുറച്ചും കൂടി ഒരു അപ്ഷിഫ്റ്റ് ആയിട്ടുള്ള എക്സോസ് ആണ്. നല്ല രസമാണ് സൗണ്ട് കേൾക്കാനായിട്ട്. ക്രോം ആയിരിക്കും. ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഷോർട്ടറാണ്. പിന്നെ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു എക്സോസ് വരുന്നത്. പിന്നെ ഡിസ്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലൊരു 310 mm ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിലൊരു 230 or 240 mm ഡിസ്ക് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യുന്നത് നിസിൻ്റെ കാലിപ്പേഴ്സാണ്. സോ ബ്രേക്ക് പാഡ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കമ്പയർ ടു ബൈബ്രേക്ക്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ രണ്ടിനും ഡ്യുവൽ ഷോക്കാണ്, കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് 5 സ്റ്റെപ്പോ 6 സ്റ്റെപ്പോ അഡ്ജസ്റ്റ് ആയിട്ടുള്ള റിയർ ഷോക്കാണ് വരുന്നത്. നല്ല സോഫ്റ്റ് സെറ്റിംഗ്സ് ആണ് കേട്ടോ, കാരണം നല്ല രസമുണ്ട്, കംഫർട്ടബിൾ ആണ്. ഫ്രണ്ട് കുറച്ചും കൂടി സ്റ്റിഫൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട് ഇതിൻ്റെ RSൻ്റെ. ബട്ട് ഞാൻ ഹൈനസ് ഓടിയ സമയത്ത് എനിക്ക് അത്യാവശ്യം ഫ്രണ്ട് ബാഗും ഒരു സോഫ്റ്റ് മീഡിയം സെറ്റിംഗ്സ് ആണ് തോന്നിയത്. ഒരുപാട് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കയറിയിരിക്കുവാണെങ്കിൽ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 5.9 അടുത്താണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്. എല്ലാ വണ്ടിക്കും നമുക്ക് ആകെ 800 mm സീറ്റ് വരുന്നുള്ളൂ, ഏത് മോഡലായിക്കോട്ടെ, ഹൈനസോ എന്തോ ആയിക്കോട്ടെ. ഇതിൻ്റെ റൈഡിംഗ് പോർഷൻ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി സ്പോർട്ടിയറാണ്. നമ്മൾ CB350 ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കും, ഇതിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇതുണ്ടോ സ്പോർട്ടിയറാണ്. പിന്നെ ഫുഡ് പാക്സ് ആണെങ്കിലും കുറച്ച് റേസ്ഡ് ആണ്. കൊള്ളാട്ടെ, ഈ ഒരു മൊത്തത്തിലുള്ള വ്യൂ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു നാവിഗേഷൻ ബട്ടൺ വരും, എൻ്റർ, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള ബട്ടൺ വരും. ഇത് നമ്മളിരിക്കുന്നത് വെറും ഡിലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്വിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഡിലക്സ് പ്രോയിൽ മാത്രമേ ആ ഒരു നാവിഗേഷൻ സ്വിച്ച് വരുന്നുള്ളൂ. അത് മാറ്റി കഴിഞ്ഞാൽ ഹൈ ബീം, ഹോണ് വൃത്തിയായിട്ട് പരിപാടിയാണ്. ഹോൺ മേളിൽ ഇൻഡിക്കേറ്റർ താഴെയാണ്. എഞ്ചിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടറും ഇൻറ്റിഗ്രേറ്റഡ് ആണ്. പിന്നെ ഒരു കോഷൻ ലാമ്പ് വരുന്നുണ്ട്. ഇൻസ്റ്റാം കൺസിഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്കൊരു സ്പീഡോമീറ്റർ ഉണ്ട്, ഹർഫ് മീറ്റർ അല്ല, ടോട്ടൽ കിലോമീറ്റർ കാണിക്കും. അത് മാറ്റണമെങ്കിൽ നമ്മൾ ഇതുണ്ടോ ഇവിടെ കയറി അമുക്കണം. ടോട്ടൽ മാറി ട്രിപ്പ് ബി, എക്കോണമി, ദാറ്റ്സ് ഇറ്റ്, അത്ര കാണിക്കുകയുള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹോണ്ടയിന് വേറെ എന്തൊക്കെ പേരൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ എമർജൻസി ബ്രേക്കിംഗ് അങ്ങനെ അത് വരുന്നുണ്ട്. അതായത് ബ്രേക്ക് അഞ്ഞ് പിടിക്കുകയാണെങ്കിൽ 4 ഇൻഡിക്കേറ്ററും കൂടി ഒരുമിച്ച് നിർത്തും, അത്രേ ഉള്ളൂ. അതർ ഡ്രൈവേഴ്സ്, അതർ റോഡ് യൂസേഴ്സിനെ പറയാൻ പറ്റുമോ ഇവനെ എമർജൻസി ആണ് പിടിക്കുന്നത്, അത് അറിയാൻ വേണ്ടിയാണ്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, നല്ല കാര്യം. പ്രോ മോഡലിന് ഇവിടെ നമുക്കൊരു USB ചാർജർ വരുന്നുണ്ട്, ഇതിലത് കാണാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CB350 ഒരു വിശേഷം. അതിന് കുറച്ച് റഷ്ടാണ്, കാരണം ഞാനും ടയേർഡാണ്. ഞാൻ 11 മണിക്ക് ഷോറൂമിൽ പോയതാണ്, വൻ തിരക്ക് അവിടെ. വണ്ടി കിട്ടിയത് നമുക്ക് 12:30-1 മണിക്ക് അടുത്തായി. ഏകദേശം 2 hour ഞാൻ അവിടെ വെറുതെ ഇരുന്നു. ഞാൻ പറയാൻ വന്നതെല്ലാം മറന്നും പോയി. അപ്പോൾ അതാണ് റീസൺ, അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം റഷാക്കിയതല്ല. ഓക്കെ, അതിന് നമുക്ക് വണ്ടി തിരിച്ചുകൊണ്ടേ കൊടുക്കാം. സൗണ്ട് പറയണം മേന, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഗിയറൊക്കെ നോക്കിയേ, വണ്ടി കയറി പൊക്കോളും. ആ ഒരു ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈസിലി ചാടി പൊക്കോളും. ഫസ്റ്റ് ഇംപ്രഷൻ പറയണമല്ലോ, ഇതിൻ്റെ ഒരു ക്ലച്ചാണ് കേട്ടോ. ക്ലച്ച് ഒരു രക്ഷയില്ല. പിന്നെ ഗിയർ ബോക്സ് കുഴപ്പമില്ല, അത്യാവശ്യം പ്രിസൈസ് ആണ്. റോയൽ എൻഫീൽഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ കുറച്ചൊന്ന് ലൈറ്റർ എന്ന് പറയാനുള്ളൂ. ഒരുപാട് എന്താ പറയുക, ബട്ടർ സ്മൂത്ത് ഗിയർ ബോക്സ് ഒന്നും ഞാൻ പറയില്ല. പിന്നെ സൗണ്ട് രക്ഷയില്ല അവൻ. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് കേട്ടോ ഫ്രണ്ട്. അപ്പം ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത്ര ഒരു ഇമ്പ്രസ്ഡ് ആയിരിക്കില്ല, ഇവരെന്താണ് ചെയ്ത് വെച്ചേക്കണം, അവിടെ ഇവിടെ ഇല്ലാണ്ട് എന്തൊക്കെ പറയണ്ടെന്ന് ഉള്ളൊരു ഫീൽ വരും. അപ്പോൾ ഗായ്സ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്, ചേസോ വിളിച്ച് ആടിയാനിപ്പോൾ ഇരിക്കാം. പഴയ CB ആ കളറൊക്കെ നിർത്തി കേട്ടോ അവർ.